ഇതെല്ലാം നിന്റെ പോരായ്മ കൊണ്ട് സംഭവിച്ചതാണ്. നിന്റെ മടി കാരണമാണ് കാര്യങ്ങളൊക്കെ ഈ ഒരു അവസ്ഥയിലെത്തിയത്. നീ വേണ്ട രീതിയിൽ പരിശ്രമിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു അവസ്ഥ നിനക്ക് വരില്ലായിരുന്നു. നിങ്ങളാകെ പരാജയപ്പെട്ട് ആകെ ഡൗൺ ആയി ഫുള്ളി കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ചില ആളുകൾ നിങ്ങളോട് ഇങ്ങനെ റിയാക്ട് ചെയ്യാറുണ്ടോ? എങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവരൊരിക്കലും നിങ്ങളെ സഹായിക്കാൻ വന്നവരല്ല, അവർ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നവരാണ്. എന്തിനാ അവരങ്ങനെ ചെയ്യുന്നത്? കാരണം ഒരാളെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് വളരെ ഈസിയാണ്. മറിച്ച് അയാളുടെ വിഷമത്തിൽ അയാളുടെ കൂടെ നിന്ന് അത് മനസ്സിലാക്കി അയാളെ സഹായിക്കുക എന്നുള്ളത് അത്ര ഈസി അല്ല. ഇത്തരം രീതിയിൽ ആളുകൾ നിങ്ങളോട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ അവരുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെ റിഫ്ലക്ഷനാണ്. പിന്നെ രണ്ടാമതായിട്ട് അവർക്ക് ഭയങ്കര പേടിയാണ്. നിങ്ങളുടെ കൂടെ നിന്നാൽ അവരും പരാജയത്തിലേക്ക് പോകുമോ എന്നുള്ള ഒരു ഭയമാണ് അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്. നിങ്ങൾ പരാജയപ്പെട്ടിട്ട് വീണ്ടും പരിശ്രമിക്കുന്ന ഒരാളാണോ? വീണ്ടും പരാജയപ്പെട്ട് പിന്നീട് വീണ്ടും പരിശ്രമിക്കുന്ന ഒരാളാണോ? അങ്ങനെ പരാജയപ്പെട്ടിട്ടും അതിലൊന്നും തളരാതെ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? വിജയം നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ വിജയിച്ചിരിക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയിരിക്കും. അന്ന് നിങ്ങളെ ഈ ബ്ലെയിം ചെയ്ത് സംസാരിച്ചവർ തന്നെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുകയും നിങ്ങളുടെ വിജയം സെലിബ്രേറ്റ് ചെയ്യുന്നവരുടെ മുൻപന്തിയിൽ ഇവരുണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.